ആദ്യത്തെ ധ്രുവിന്റെ വീഡിയോ നരേന്ദ്രമോദിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒറ്റ വാചകത്തിൽ സിമ്പിൾ ആയി പറഞ്ഞാൽ, ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണൻ വാ പൊളിക്കല്ലേ, വായ കീറിപ്പോവും മോദിജി എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ. എന്റെ വീഡിയോയും നിങ്ങൾ കാണണം, ധ്രുവിന്റെ വീഡിയോയും നിങ്ങൾ കാണണം. എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ചെലവഴിക്കുന്ന സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് മുതലാവുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമന്റ് കിട്ടാലും സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. मई 2014 के बाद अचानक से डंका बजने लगा दुनिया भर में। ह्यूमन डेवलपमेंट इंडेक्स में इंडिया की रैंक 134, ग्लोबल पीस इंडेक्स 2023 में रैंक 126, प्रेस फ्रीडम इंडेक्स 2024 रैंक 159 2014 के कंपैरिजन में बहुत नीचे गिरी। इंडियन सिटीजनशिप छोड़ने वाले लोगों की संख्या ने सारे रिकॉर्ड्स तोड़ दिए हैं। न्यूयॉर्क टाइम्स ने खुद ट्वीट करके बताया कि ये झूठी तस्वीर है। टाइम मैगजीन ने ये फोटो छापी, इंडियाज डिवाइडर इन चीफ, और ये कहते हैं कि डंका बज रहा है दुनिया में भारत का। ये कोई देश है, ये कोई सरकार है, ये कोई लोग है। ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യ സംസാരിക്കുമ്പോൾ ലോകം മുഴുവനും അതിനായിട്ട് ചെവിയോർക്കുന്നു എന്ന്. भारत अब वैश्विक मंचों पर बोलता है तो पूरी दुनिया बड़े ध्यान से सुनती है। ഹരിയാനയിലെ മുഖ്യമന്ത്രിയും ഇതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു. ഇന്ന് ഇന്ത്യ സംസാരിക്കുമ്പോൾ മുഴുവൻ ലോകവും അത് ശ്രവിക്കാനായി കാതോർക്കുമെന്ന്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇതേ വാക്കുകൾ പറഞ്ഞു. ഇന്ത്യ സംസാരിക്കുമ്പോൾ മുഴുവൻ ലോകവും അതിനായി ചെവിയോർക്കുമെന്ന്. इंटरनेशनल फोरम पर आज भारत बोलता है और लोग कान खोलकर सुनते हैं कि भारत बोल क्या रहा है। നരേന്ദ്രമോദി ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിലേക്ക് പോയാൽ, അതായത് 2016 അന്നത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് സമാനമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് ഇന്ത്യ സംസാരിക്കുമ്പോൾ ലോകം കാതോർക്കും. അത്ഭുതം തന്നെയല്ലേ? 2014 വരെ ഇന്ത്യ പറഞ്ഞത് ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. നരേന്ദ്രമോദി ഭരണത്തിൽ കയറി 2 വർഷത്തിനുള്ളിൽ ലോകം മുഴുവൻ ഇന്ത്യ ഉരുവിടുന്നത് കേൾക്കാനായിട്ട് ചെവിയോർത്ത് നിൽക്കുന്നു. വാ മോദിജി വാ. ജനങ്ങളുടെ മനസ്സിൽ അഭിമാനമുണർത്തുന്ന നിങ്ങളുടെ നിഞ്ച ടെക്നിക്ക് അതിഗംഭീരം തന്നെ മോദിജി. പക്ഷെ ഒരല്പം കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മോദിയും മറ്റ് BJP നേതാക്കളും ഈ ഉരുവിട്ട് പാടുന്ന ഈ വാക്കുകൾ, ഇതിന്റെ ഒറിജിനൽ ഡയലോഗ് ആരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇന്ന് BJP ആഘോഷിക്കുന്ന ഈ വാക്കുകളുടെ ഒറിജിനൽ അന്വേഷിച്ചാൽ നിങ്ങൾ ഞെട്ടും സുഹൃത്തുക്കളെ, നിങ്ങൾ ഞെട്ടും. അതെന്താണെന്നല്ലേ? ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയെ കുറിച്ചല്ല, പകരം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹത്തെ കുറിച്ച്, മൻമോഹൻ സിംഗിനെ കുറിച്ച് ഈ വാക്കുകൾ പറഞ്ഞത് ആരാണെന്നറിയാമോ? അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ. മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ആ വാക്കുകൾക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടി കാതോർക്കുമെന്നാണ് ബറാക് ഒബാമ പറഞ്ഞത്. Prime Minister speaks, people listen, particularly because of his deep knowledge of economic issues. ഒബാമ ഇത് പറഞ്ഞത് മൻമോഹൻ സിംഗിനെ മുന്നിലിരുത്തിക്കൊണ്ടായിരുന്നു. ലോകം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചെവിയോർത്ത് കേൾക്കുന്നത് എന്നതിന് ഒരു കൃത്യമായ കാരണവും ഒബാമ പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിലുള്ള മൻമോഹൻ സിംഗിന്റെ ആഴമുള്ള പരിജ്ഞാനം കാരണം ലോകം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും വേണ്ടി കാതോർക്കുമെന്ന്. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുകയാണ്, ലോകം അതിനാൽ ഇന്ത്യക്കായി കാതോർക്കുന്നു, ഒബാമ അന്ന് പറഞ്ഞു. He understands that as India rises as a world power, it also has enormous responsibilities to work with the rest of the world community around issues of peace. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ വാട്സാപ്പും ഗോദി മീഡിയയും ഒക്കെ നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 ശേഷമാണ് ഇന്ത്യ ഒരു വിശ്വഗുരുവായി, ലോക നേതാവായി മാറിയതെന്നും നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യക്ക് വിദേശത്ത് ഭയങ്കര പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടിയെന്നും അവർ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. सुपर ह्यूमन या पॉपुलर पॉलिटिशियन, विजनरी या रेवोल्यूशनरी, क्या है नरेंद्र मोदी? सुपरमैन एक काल्पनिक चरित्र है. सियासत की दुनिया में अपने प्रधानमंत्री नरेंद्र मोदी भी सुपरमैन साबित हो रहे हैं. सोशल मीडिया की भाषा में कहें तो चीन भी कह रहा है कि आएगा तो मोदी ही. भारत में रहना है तो प्रधानमंत्री ने जो बोला है चुपचाप उसको फॉलो करें, चुपचाप. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കാം. അടുത്തിടെ ഒഡീഷയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്, കൊണാർക്കിലെ സൂര്യക്ഷേത്രം ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ്.
दुनिया भर के नेता मोदी जी के साथ हाथ मिलाकर फोटो खिंचाते थे। इसके पीछे तस्वीर कौन सी थी? हमारे कोणार्क के सूर्य मंदिर की तस्वीर के सामने मोदी जी ने हाथ। कोणार्क का सूर्य मंदिर आज दुनिया भर में प्रसिद्ध हुआ। എന്നാൽ നിങ്ങളൊന്ന് യുനെസ്കോയുടെ ഈ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ നോക്കിയാൽ കാണാം 1984 തന്നെ കൊണാർക്കിലെ ക്ഷേത്രം ലോക പൈതൃക ഇടമായി പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. യോഗയെ കുറിച്ചും ഇവർ ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോഗ ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ ആഘോഷിക്കപ്പെടുകയാണെന്നാണ് കഴിഞ്ഞ വർഷം രാജ്നാഥ് സിംഗ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തെ ലോകം അംഗീകരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും ഇതേ കാര്യം തന്നെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമഫലമായിട്ട് യോഗ ഇപ്പോൾ ഇന്ത്യയുടെ സോഫ്റ്റ് പവറായി മാറിയിരിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും വേണം. എന്നാൽ ഇപ്പോൾ UN-ന്റെയും ഔദ്യോഗിക വെബ്സൈറ്റിൽ എന്താണ് ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, 2014 ഡിസംബർ 1 യൂണിവേഴ്സൽ അപ്പീൽ ഓഫ് യോഗ അംഗീകരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ 2014 മെയ് മാസത്തിന് മുമ്പ് ലോകത്തിൽ ആർക്കും യോഗയെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലേ? നരേന്ദ്രമോദി അധികാരത്തിലേറ്റ് ഒരു 5-6 മാസം കൊണ്ട് വളരെ പെട്ടെന്ന് യോഗ ഒരു സാർവത്രിക അംഗീകാരം നേടിയെടുക്കുകയായിരുന്നോ? എന്താണ് ഇതിലെ സത്യം? ഇത് സാധ്യമല്ല, അല്ലേ? എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് പരിശോധിക്കാം. 2013 ഫോട്ടോ ഒന്ന് കാണൂ. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് മയൂരാസനം ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാനഡയുടെ മുൻ പ്രധാനമന്ത്രിയും ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവുമായ പിയറി ട്രൂഡോയാണ് മയൂരാസനം ചെയ്യുന്നത്. ഇത് 2007 ഒരു വാർത്തയിൽ നിന്നുള്ള ചിത്രമാണ്. ബാബ രാംദേവ് ആദ്യമായിട്ട് യോഗ ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അമേരിക്കയിലെത്തിയാണ്. ഈ ഫോട്ടോ നിങ്ങളൊന്ന് നോക്കൂ. യഹൂദി മെനൂഹിൻ, തലയെടുപ്പുള്ള സംഗീതജ്ഞരിൽ ഒരാളായ യഹൂദി മെനൂഹിൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വയലിനിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹം ശീർഷാസനം ചെയ്യുകയാണ്. ഇത് എന്നാണ് നടന്നതെന്ന് അറിയാമോ? നമ്മുടെ 1952കളിലേക്ക് പോകാം. നമ്മുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് യഹൂദി മെനൂഹിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്. താൻ ഒരിക്കൽ യോഗയെ കുറിച്ച് കണ്ട ഒരു പുസ്തകത്തെ കുറിച്ച് പണ്ഡിറ്റ് നെഹ്റുവിനോട് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പണ്ഡിറ്റ് നെഹ്റു ആ കാലത്ത് യോഗ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെഹ്റു ശീർഷാസനം ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യഹൂദി മെനൂഹിനെ യോഗാചാര്യരായ BKS അയ്യങ്കാറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മെനൂഹിൻ ആ സമയത്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ശവാസനത്തിലൂടെ അയ്യങ്കാർ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിച്ചു, ഗാഠനിദ്രയിലാക്കി, യോഗ നിദ്രയിലാക്കി. 45 മിനിറ്റിന് ശേഷം യോഗ നിദ്ര വിട്ടുണർന്നപ്പോൾ കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ ഒന്നും അനുഭവിക്കാത്ത ഒരു ഭയങ്കര റിലാക്സേഷൻ ആണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. മെനൂഹിൻ വളരെ തിരക്കുള്ള ആളായിരുന്നു. ഇങ്ങനെ യോഗ ചെയ്യണമെന്ന് തോന്നുമ്പോൾ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വരാനും ഇന്ത്യ സന്ദർശിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം അയ്യങ്കാറിനെ യൂറോപ്പിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് അയ്യങ്കാർ ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ യോഗയെ പരിചയപ്പെടുത്തിയതും ജനപ്രിയമാക്കിയതും. 1960കൾ മുതൽ ഇത് നടന്നുകൊണ്ടിരുന്നു. 1964 പണ്ഡിറ്റ് നെഹ്റുവിന്റെ വീട്ടിൽ അയ്യങ്കാർ മെനൂഹിനെ യോഗ പഠിപ്പിക്കുന്ന ഒരു ചിത്രം കാണുക. പാശ്ചാത്യ ലോകത്ത് യോഗയെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. എന്നാൽ അദ്ദേഹം പ്രധാനമായിട്ടും യോഗയെ ഒരു ആത്മീയ കാര്യമായിട്ടാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. വ്യായാമത്തിൽ പെടുന്ന ഹഠ യോഗയാണ് ഇപ്പോ ഇന്നത്തെ പോലെ യോഗയെ ഇത്രയധികം ജനപ്രിയമാക്കിയതും ലോകത്തിന് പരിചയപ്പെടുത്തിയതും. യോഗാചാര്യ BKS അയ്യങ്കാറിനെ കൂടാതെ K പട്ടാഭി ജോയ്സ്, ഇന്ദിരാദേവിയെ പോലെയുള്ള മറ്റു നിരവധി യോഗ ഗുരുക്കന്മാരൊക്കെ ഇത്തരത്തിൽ അവരുടേതായ സംഭാവനകൾ വലിയ തോതിൽ തന്നെ നൽകിയിട്ടുണ്ട്. 1961 ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ച റിച്ചാർഡ് ഹിറ്റിൽമാൻ അമേരിക്കൻ ടെലിവിഷനിൽ പോയി അവിടെ യോഗയെ പറ്റി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ യോഗയെ ഭയങ്കര ജനപ്രിയമാക്കി. പാശ്ചാത്യ ലോകത്ത് ധ്യാനത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഒക്കെ സംസാരിച്ച ആളുകളിൽ സ്വാമി വിവേകാനന്ദനുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തിയുണ്ട്, ഓഷോയുണ്ട്, പരമഹംസ യോഗാനന്ദനുണ്ട്, അഭയ ചരണാരവിന്ദ, ഭക്തി വേദാന്തയുണ്ട് തുടങ്ങിയവരെല്ലാം യോഗയെക്കുറിച്ച് സംസാരിക്കുകയും അവനവന്റേതായ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തവരാണ്. അക്കാര്യത്തിൽ പ്രശസ്ത അമേരിക്കൻ ബാൻഡായ ബീറ്റിൽസിന്റെ സംഭാവന തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത് നമുക്ക് വിട്ടുകളഞ്ഞുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും പറ്റില്ല. 1967 ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം മഹർഷി മഹേഷ് യോഗിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അടുത്ത വർഷം അവർ അദ്ദേഹത്തിൽ നിന്ന് അതീന്ദ്രിയ ജ്ഞാനം പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരികയാണ്. അവർ ഋഷികേശിൽ താമസിച്ചുകൊണ്ട് ധ്യാനത്തെക്കുറിച്ച്
പഠിക്കുകയും നിരവധി പാട്ടുകൾ എഴുതുകയും ഒക്കെ ചെയ്തു. Far from the noise and pace of city life, in the cool, clear air of Rishikesh, Pathé News reports from the meditation retreat of Maharishi Mahesh Yogi, the man who, through transcendental meditation, is currently bringing peace of mind to the Beatles. പണ്ഡിറ്റ് രവിശങ്കർ സിതാർ വായിക്കുന്നത് അങ്ങനെയാണ് അവർ കേൾക്കുന്നത്. പിന്നീട് ബീറ്റിൽസിന്റെ ബാൻഡ് അംഗമായ ജോർജ് ഹാരിസൺ പണ്ഡിറ്റ് രവിശങ്കറിൽ നിന്ന് നേരിട്ട് തന്നെ സിത്താർ വായിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. പണ്ഡിറ്റ് രവിശങ്കർ 1954 അന്താരാഷ്ട്ര പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ലോകമെമ്പാടും ഇത്രയും വലിയ തോതിൽ ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന ആർക്കും നിഷേധിക്കാനാവാത്തത് തന്നെയാണ്. വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന പേരിൽ യഹൂദി മെനൂഹിനുമായി ചേർന്ന് അദ്ദേഹം ഒരു ആൽബം ഉണ്ടാക്കി. അതിലൂടെ ഗ്രാമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് പണ്ഡിറ്റ് രവിശങ്കർ മാറി. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രാമി അവാർഡായിരുന്നു അത്. ജിമി ഹെൻഡ്രിക്സ്, ജോൺ കോൾട്രെയിൻ, ജോർജ് ഹാരിസിനെ പോലെയൊക്കെയുള്ള നിരവധി സംഗീതജ്ഞന്മാർക്കൊപ്പം അദ്ദേഹത്തിന് പ്രോഗ്രാം ചെയ്യാൻ അവസരം ലഭിച്ചു. ലോക സംഗീതത്തിന്റെ ഗോഡ് ഫാദർ എന്നാണ് രവിശങ്കർ അറിയപ്പെട്ടത് തന്നെ. അത്തരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ പെർഫോമൻസ് 1964 എഡിൻബറോ ഫെസ്റ്റിവലിലാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ, അദ്ദേഹം സമ്പന്നനായ ഒരു ആരാധകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിലേക്ക് വന്ന് താമസം മാറും, ഇവിടെ താമസിക്കാം എന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു അറിയോ? അമേരിക്കയിൽ പോയി താമസിച്ചാൽ ഗംഗയെ എവിടെയാണ് അമേരിക്കയിൽ ലഭിക്കുക എന്നായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ചുള്ള ഈ വസ്തുതകൾ മിക്കവർക്കും ചിലപ്പോൾ അറിയാനിടയില്ല. എന്നാൽ നമ്മുടെ ബോളിവുഡ് സംഗീതത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോളിവുഡ് ലോകമെമ്പാടും എത്രത്തോളം ജനപ്രിയമായ സംഗതിയാണെന്ന്. മിഥുൻ ചക്രവർത്തിയുടെ ജിമ്മി ജിമ്മി എന്ന ഗാനം ആലപിക്കുന്നത് പിന്നെ യുക്രൈനിൽ പോയാൽ പോലും നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് റഷ്യയിലെ ജനങ്ങൾക്ക് മിഥുന്റെയും രാജ് കപൂറിന്റെയും ഒക്കെ സിനിമകളോടുള്ള വലിയ ഭ്രാന്തമായ ആവേശം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോ ഈ കാലത്തെ എടുത്തു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ ഒരു ആഗോള താരം തന്നെയാണ്. മാസ് എന്റർടൈൻമെന്റുകളിൽ നിന്ന് മാറി ഇനിയിപ്പോ ക്ലാസിക് കലാപരമായ സിനിമകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സത്യജിത് റേ, അടൂർ ഗോപാലകൃഷ്ണൻ, മീര നായർ തുടങ്ങിയ ഫിലിം മേക്കർമാർ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര മേളകളിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയവരാണ്. ഇവയൊക്കെ സംഭവിച്ചത് 2014 മുമ്പാണ് കേട്ടോ, മോദിജി വന്നതിന് ശേഷം അല്ല. 2014 മുമ്പ് തന്നെ ഒട്ടനവധി ഇന്ത്യക്കാർ ഓസ്കാർ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നു. 2014 ആയപ്പോഴേക്കും നിരവധി ഇന്ത്യക്കാർ ബുക്കർ പ്രൈസ്, നോബൽ സമ്മാനം, രമൺ മക്സസെ അവാർഡ്, ഇന്ന് നമ്മൾ ഒളിമ്പിക്സ് മെഡലുകൾ ധാരാളം നേടിയിരുന്നു. ക്രിക്കറ്റ് ലോകകപ്പ് നേടിയിരുന്നു. ക്രിക്കറ്റ് കളിച്ച് എല്ലാം നമ്മൾ നേടിയിരുന്നു. നമ്മളെല്ലാം തന്നെ നേടിയിരുന്നു. എന്നാൽ നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇത് വിശ്വസിക്കാനേ പോകുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ 2014 മുമ്പ് ഇന്ത്യ ഒരു തരിശായ കാടായിരുന്നു. 2014 മെയ് മാസത്തിന് ശേഷം പെട്ടെന്ന് ഇന്ത്യ ലോകമെമ്പാടും ജനപ്രിയമായി. നരേന്ദ്രമോദിയെയും കങ്കണ റണാവത്തിനെയും ഒക്കെ പോലെയുള്ളവർ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ? 2014 മുമ്പ് ഇന്ത്യക്കാർക്ക് സാംസ്കാരികമായ ആത്മവിശ്വാസം പോലും ഉണ്ടായിരുന്നില്ലെന്നാണ്. നരേന്ദ്രമോദിയെയും കങ്കണ റണാവത്തിനെയും പോലെയുള്ളവർ ഒരു പടി കൂടി കടന്നു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 2014 മുമ്പ് ഇന്ത്യക്കാർക്ക് സാംസ്കാരികമായ ആത്മവിശ്വാസം പോലും ഉണ്ടായിരുന്നില്ലെന്ന്. ഇന്ത്യക്കാർ സ്വയം ലജ്ജിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിശയോക്തിപരമായിട്ട് ഭയങ്കര കൂട്ടിച്ചേർത്ത് പറയുകയല്ല. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പറഞ്ഞത്. एक समय था जब लोग यार पता नहीं पिछले जन्म में क्या पाप किया था, हिंदुस्तान में पैदा हुए थे, ये कोई देश है, ये कोई सरकार है, ये कोई लोग है. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർ ഒന്നുകിലും മിണ്ടാതിരിക്കണം. അല്ലാതെ അവർക്ക് ഇന്ത്യയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താനുള്ള എന്ത് അവകാശമാണുള്ളത്? സുഹൃത്തുക്കളെ, റിയാലിറ്റി എന്താണെന്ന് അറിയാമോ ഇതിന്റെയൊക്കെ? 2022 ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം എല്ലാ റെക്കോർഡുകളെയും തകർത്ത് മുന്നേറി കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ 2,25,000 ആളുകളാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത്. 2023 നവംബറിൽ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അവരുടെ ഒരു ഡാറ്റ പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 97,000 ഇന്ത്യക്കാർ അറസ്റ്റിലായത് അനധികൃതമായിട്ട് US ബോർഡറിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചതിനാണ്. ഇന്ത്യ ഇപ്പോൾ ലോകത്തെ
ഭരണത്തിന്റെ നെറുകയിലാണ് എന്ന് നമ്മുടെ നേതാക്കൾ നിരന്തരം പറയുന്നുണ്ട്. സത്യത്തിൽ സർക്കാർ അനുകൂല വാട്സാപ്പ് ഗോദി മീഡിയകളിലും ചാനലുകളിലും മാത്രമാണ് ഈ മികവുള്ളത്. വ്യാജ വാർത്തകളാണ് ഈ പ്രചരിക്കുന്നത്, ഫേക്ക് ഫോട്ടോകളും. ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കൂ. ന്യൂയോർക്ക് ടൈംസ് 1-ാം പേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു വന്നു എന്നാണ് ഇവരുടെ അവകാശവാദം. നരേന്ദ്രമോദിയെ ന്യൂയോർക്ക് ടൈംസ് ദ ലാസ്റ്റ് ഹോപ്പ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അവസാനത്തെ പ്രത്യാശ എന്ന് വിളിച്ച് പ്രകീർത്തിച്ചു എന്ന്. ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആണെന്ന് ന്യൂയോർക്ക് ടൈംസിന് തന്നെ ഗതികെട്ട് അവസാനം ട്വീറ്റ് ചെയ്ത് പറയേണ്ടി വന്ന അവസ്ഥയുണ്ടായി. ആഗോള തലത്തിൽ വാട്സാപ്പ് മാഫിയ എങ്ങനെയാണ് ഇന്ത്യയെ അപമാനിക്കുന്നതിന്റെ ഒരു തെളിവാണിത്. സർക്കാർ അനുകൂല ചാനലുകളും ഗോദി മീഡിയയും BJP നേതാക്കളും ഒക്കെ അവകാശപ്പെടുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മോദി അവസാനിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള യാതൊന്നും സംഭവിച്ചിട്ടേയില്ല. Extrapolating that to say that somebody is holding a bombing or that this is somewhere we are coordinating that, I think is absolutely inaccurate. ലോകം എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. 2015 ടൈം മാഗസിൻ വൈ മോദി മാറ്റേഴ്സ് എന്ന തലക്കെട്ടിൽ ഈ കവർ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ നരേന്ദ്രമോദിയുടെ അനുയായികൾ വളരെയേറെ സന്തോഷിച്ചു. എന്നാൽ 2019 ഇതേ ടൈം മാഗസിനിൽ വന്ന ഫോട്ടോയുടെ ഇത്തവണത്തെ തലക്കെട്ട് ഇന്ത്യയുടെ ഡിവൈഡർ ഇൻ ചീഫ് എന്നായിരുന്നു. ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ കീറിപ്പറിക്കുന്ന ആൾ എന്ന രീതിയിൽ വന്ന ഈ കവറിനെ ഇത് കണ്ട മോദി അനുകൂലികൾ ടൈം മാഗസിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യ വിരുദ്ധ മാസിക എന്നാണ്. ഓസ്ട്രേലിയയിലെ ഒരു പത്രമായ ഹെറാൾഡ് സൺ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മാസ് റേപ്പിസ്റ്റുമായിട്ട് ബന്ധമുണ്ട് എന്നതാണ്. അവർ ഇവിടെ പ്രജ്വൽ രേവണ്ണയെ കുറിച്ചാണ് സംസാരിച്ചത്. നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്ത 2000-ലധികം വീഡിയോകൾ എടുത്തവന് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് ജപ്പാനിൽ നിന്നുള്ള ഒരു പത്രമാണ് നിക്കി ഏഷ്യ. മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ മോദി വിമർശിക്കപ്പെടുകയാണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകമെമ്പാടുമുള്ള പത്രങ്ങൾക്ക് ഇന്ത്യയിലെ അഴിമതികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ CBS ന്യൂസ് നോക്കൂ, അവർ പാൽഗർ സംഭവമാണ് റിപ്പോർട്ട് ചെയ്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെ കുറിച്ച് വാട്സാപ്പിൽ പ്രചരിച്ച ഒരു വാർത്ത കണ്ട് നാട്ടുകാർ 2 ഹിന്ദു സന്യാസിമാരെയും അവരുടെ ഡ്രൈവറെയും മർദ്ദിച്ച വാർത്ത. 2014 മുമ്പ് നിങ്ങൾ ആൾക്കൂട്ട കൊലപാതകം എന്നൊരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ന്യൂയോർക്ക് ടൈംസ് ആണ് തബ്രസ് അൻസാരിയുടെ മരണത്തെക്കുറിച്ചുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു മുസ്ലിം മനുഷ്യനെ ഹിന്ദുത്വ സ്ലോഗനുകൾ വിളിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് കൊലപ്പെടുത്തി കളയുകയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളുടെയും ക്രെഡിറ്റ് എടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ മിടുക്കനാണെന്ന് നമുക്കറിയാം. എല്ലാത്തിന്റെയും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് ആരാണ് എടുക്കുക? ഇന്ത്യയുടെ അന്താരാഷ്ട്ര റാങ്കിങ്ങുകളൊക്കെ ഒന്ന് നോക്കൂ. മാനവ വികസന സൂചികയിൽ ഇന്ത്യ 134-ാം സ്ഥാനത്ത്. 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ 126-ാം സ്ഥാനത്ത്. ആഗോള പട്ടിണി സൂചികയിൽ 2023 ഇന്ത്യയുടെ റാങ്ക് 111-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. 2023 ജനാധിപത്യ സൂചികയിൽ ഇന്ത്യ 104-ാം സ്ഥാനത്ത്. 2024 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 159-ാം സ്ഥാനത്താണ്. എന്നാൽ മോദി അനുകൂലികൾ ഇതൊന്നും വിശ്വസിക്കുന്നേയില്ല. അവരുടെ അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ തെറ്റാണ്. ഈ പത്രങ്ങളൊക്കെ തന്നെ വ്യാജമായ വാർത്തകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്കൊക്കെ ചില അജണ്ടകളുണ്ട്. വാട്സാപ്പിലും സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഗോദി മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ സംബന്ധിച്ച് സത്യമായിട്ടുള്ളൂ. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത് അതും കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. ലുക്ക് ഈസ്റ്റ് പോളിസി പരാജയപ്പെട്ടു. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഈ സമയത്ത് ഏറ്റവും മോശം അവസ്ഥയിലാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക, മാലിദ്വീപ്, ഇതിൽ എത്ര രാജ്യങ്ങളുമായി നമുക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. BJP നേതാക്കളായ നുപുർ ശർമ്മയുടെയും നവീൻ കുമാർ ജിൻഡാലിന്റെയും വിവാദ പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നമ്മളെ വിമർശിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നൽകിയിരുന്നു. UN സെക്രട്ടറി ജനറൽ എല്ലാ മതങ്ങൾക്കുമുള്ള സഹിഷ്ണുത സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ നിർബന്ധിതനായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം ഈ 2 മനുഷ്യരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് ഫ്രിഞ്ച് എലമെന്റ് എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ വർഷം യൂറോപ്യൻ പാർലമെന്റ് ഇന്ത്യയുടെ മനുഷ്യാവകാശ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രമേയം പാസാക്കിയത്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് തുടർച്ചയായി 2-ാം വർഷവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അംഗീകരിക്കാൻ വേണ്ടി വിസമ്മതിച്ചു. സിംഗപ്പൂർ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? നെഹ്റുവിന്റെ ഇന്ത്യയിൽ, അവർക്ക് ഇപ്പോഴും നെഹ്റുവിന്റെ ഇന്ത്യയാണ്, നെഹ്റുവിന്റെ ഇന്ത്യയിൽ പല MP-മാർക്കെതിരെയും ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്ന്. While Nehru's India has become one where, according to media reports, almost half the MPs in the Lok Sabha have criminal charges pending against them. ഇന്ത്യയുടെ
ജനാധിപത്യത്തെക്കുറിച്ച് അമേരിക്ക പോലും എപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും UN-ഉം CAA നിയമത്തെ വിവേചനപരമെന്ന് വിളിക്കുകയും അതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ എതിർത്തിട്ടും റഷ്യ പാകിസ്ഥാൻ ആയുധങ്ങൾ വിറ്റു. 5 ദിവസം മുമ്പ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ ചൈനയുടെ ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ടെലിവിഷൻ തുറന്നാൽ ടെലിവിഷൻ വാർത്തകളിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം ലഭിക്കും. മോദി ലോകത്തെ ബോധ്യപ്പെടുത്തി, ലോകത്തിലെ എല്ലാവരും നമുക്ക് പിന്തുണ നൽകുന്നു, ലോകം നമ്മെ പിന്തുടരുന്നു എന്നൊക്കെയുള്ള ഒരു വാട്സാപ്പ് സന്ദേശം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് വേറൊരു സന്ദേശവും ലഭിക്കും. ലോകം മുഴുവൻ നമുക്കെതിരാണ്, അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ, നരേന്ദ്രമോദി. 1984 എന്നൊരു നോവലിനെ കുറിച്ച് ഞാൻ മുൻ വീഡിയോകളിലൊക്കെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ തിങ്ക് എന്നൊരു ആശയം അതിലുണ്ട്. വാട്സാപ്പ് വിദ്യാർത്ഥികൾ ഈ 2 പരസ്പര വിരുദ്ധ ആശയങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അവർ സൂക്ഷിക്കുന്നത് എന്താണ്? ലോകം മുഴുവൻ നമുക്ക് എതിരാണെന്നും മറ്റൊരു ദിനത്തിൽ ഞങ്ങൾ ലോകത്തെ നയിക്കുന്നു എന്നുമുള്ള 2 വിരുദ്ധ ആശയങ്ങൾ. ലോകം നമ്മളെ പിന്തുടരുന്നു എന്നവർ ധരിക്കും. ഇന്ത്യ യഥാർത്ഥത്തിൽ വിശ്വഗുരു ആയിരുന്നപ്പോൾ ലോകത്തെ നയിച്ചിരുന്ന അവസ്ഥയിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരെ എങ്ങനെയാണ് ലോകം സ്വാഗതം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രധാനമന്ത്രി നെഹ്റു അമേരിക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വിമാനത്താവളത്തിലെത്തി. 19 ഗൺ സല്യൂട്ട് നൽകിയാണ് അദ്ദേഹത്തെ അന്ന് ആദരിച്ചത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഒരു ഗവൺമെന്റിന്റെ തലവൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മഹത്തായ രാഷ്ട്രത്തിലെ സ്വതന്ത്ര ജനതയുടെ ആദരണീയനും പ്രിയപ്പെട്ടവനുമായ ഒരു നേതാവെന്ന നിലയിലും ഞാൻ നെഹ്റുവിനെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന്. ഇന്ത്യയിലേക്കുള്ള പുതിയ വഴി തേടാൻ വേണ്ടി ആരോ ശ്രമിച്ചപ്പോൾ അമേരിക്കയെ കണ്ടെത്തിയത് ഡെസ്റ്റിനിയാണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ സന്ദർശനം മറ്റൊരു തരത്തിലുള്ള അമേരിക്കയെ കണ്ടെത്തലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1949 ഒക്ടോബറിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ആദ്യ സ്റ്റേറ്റ് വിസിറ്റിനായി അമേരിക്കയിലേക്ക് പോയതാണ് സമീപ വർഷങ്ങളിൽ നടന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് വിസിറ്റുകളിലൊന്ന്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ അദ്ദേഹത്തെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹത്വമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. 2022 ഇന്ത്യ US ചർച്ചയ്ക്കിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 1949 ഈ സ്റ്റേറ്റ് വിസിറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സൗഹൃദപരവും ഫലപ്രദവുമൊക്കെയായ സഹകരണത്തിന്റെ ഒരു തുടക്കമായിരുന്നു ആ നെഹ്റുവിന്റെ സന്ദർശനം എന്നാണ് പറഞ്ഞത്. 1949 ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അമേരിക്ക സന്ദർശിക്കുന്നത് 1956 അന്ന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഐസൻഹോവറിനെ കണ്ടു. അതിനുശേഷം 1961 പോയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ കണ്ടു. പണ്ഡിറ്റ് നെഹ്റുവിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന കെന്നഡിയെ ഈ ഫോട്ടോകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, വീഡിയോകളിൽ കാണാം. ലോകം വെസ്റ്റേൺ ബ്ലോക്കും ഈസ്റ്റേൺ ബ്ലോക്കുമായി വിഭജിക്കപ്പെട്ട ശീതയുദ്ധത്തിന്റെ ഒരു കാലമായിരുന്നു ഇതെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് വെച്ചാൽ അമേരിക്കയെയും ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനെയും പിന്തുണച്ച് നിൽക്കുന്ന ഒരു കാലം. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അമേരിക്കൻ സന്ദർശനം എങ്ങനെയായിരുന്നു, എത്രത്തോളം ആദരവ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് നമ്മൾ ഇവിടെ കണ്ടു. ഇനി അദ്ദേഹത്തിന്റെ സോവിയറ്റ് യൂണിയൻ സന്ദർശനം ഒന്ന് നോക്കാം. सबसे पहले सोवियत सरकार के प्रमुख श्री निकोलाई बुल्गानिन ने उनका स्वागत किया. ऐसा स्वागत आज तक किसी विदेशी नेता का नहीं हुआ. आपके स्वागत के लिए बहुत बहुत धन्यवाद. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോഴേക്കും ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരുന്നു. വാങ്ങൽ ശേഷി തുല്യതയുടെ എന്ന് വെച്ചാൽ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇതിനകം 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി വളർന്നു കഴിഞ്ഞിരുന്നു. ഇതിനർത്ഥം ഇന്ത്യ അതിന്റെ വലിപ്പവും വലിയ ജനസംഖ്യയും ഒക്കെ കാരണം ആഗോള തലത്തിൽ കമ്പനികൾക്ക് ഇതിനകം ഒരു വലിയ വിപണിയാണ് ഇന്ത്യ എന്നത് മനസ്സിലായി കഴിഞ്ഞിരുന്നു എന്നാണ്. ഇതിന്റെ പിൻബലത്തിൽ നമുക്ക് നെഗോഷിയേറ്റിംഗ് പവർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ 1950കളിലെ കാലം ഓർത്തു നോക്കൂ. നെഹ്റുവിന്റെ കാലം, നെഹ്റു അമേരിക്ക വിസിറ്റ് ചെയ്ത കാലം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ നമ്മളെ പൂർണ്ണമായും കൊള്ളയടിച്ച് നശിപ്പിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ വളരെ ദരിദ്ര രാജ്യമായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നില്ല. എന്നിട്ടും അത്തരം ഒരു കാലഘട്ടത്തിൽ പോലും പണ്ഡിറ്റ് നെഹ്റു ആഗോളതലത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെട്ടു. അമേരിക്ക, കാനഡ, മെക്സിക്കോ, സോവിയറ്റ് യൂണിയൻ, UK, ഫ്രാൻസ്, പോളണ്ട്, നോർത്ത് വിയറ്റ്നാം, ദക്ഷിണ വിയറ്റ്നാം എന്നിവിടങ്ങളിലൊക്കെയാണെങ്കിലും ഇന്തോനേഷ്യ, ഈജിപ്ത്, നൈജീരിയ, സൗദി അറേബ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നാലും പണ്ഡിറ്റ് നെഹ്റു എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു, ആദരിച്ചു.
2018 ജാപ്പനീസ് എഴുത്തുകാരൻ ടോമിയോ മിസോഗാമിയും ഇതേ വികാരം തന്നെയാണ് പങ്കുവച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ജപ്പാനിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ ഭയങ്കരമായിട്ട് പരിപോഷിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഹിന്ദി പഠിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, जिस देश के नेता पंडित जवाहरलाल नेहरू जी हैं, उनके देश की संस्कृति भाषा क्यों न सीखी जाए. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് മിസോഗാമി പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല നിഷ്പക്ഷ രാജ്യത്തിന്റെ നേതാവായിരുന്നു. അക്കാലത്ത് ഇന്ത്യ റഷ്യയെയോ അമേരിക്കയുടെയോ റഷ്യയുടെയോ പക്ഷത്തല്ലായിരുന്നു എന്ന്. पंडित जवाहरलाल नेहरू जी का बहुत ही प्रभाव था दुनिया भर में. गुट निरपेक्ष देशों के नेताजी थे. हम उन दिनों नई पीढ़ी चाहते थे ना रूस के साथ ना अमेरिका के साथ. അതുകൊണ്ടാണ് അദ്ദേഹം ലോക സമാധാനത്തിന് മാതൃകയായി കരുതപ്പെട്ടത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു 3 അസാധാരണ കാലഘട്ടങ്ങളുടെ മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കാനുള്ള കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അതേസമയം തന്നെ കോളനിവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന മറ്റു രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് സ്വതന്ത്രമാകാൻ വേണ്ടി അദ്ദേഹം പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഒരു 2ാം ഘട്ടമായപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ലോക സമാധാനത്തിനായിട്ടാണ് നിലകൊണ്ടത്. ഈ സമയത്ത് ഗാന്ധിജി അദ്ദേഹത്തോടൊപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മഹത്തായ റിപ്പബ്ലിക്കിലെ സ്വതന്ത്ര ഇന്ത്യൻ ജനത മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കാലങ്ങളിലൊക്കെ നെഹ്റു ഒരു വലിയ ലോകശക്തിയായിരുന്നു. പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ സമാധാനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആഗ്രഹം അദ്ദേഹം മുറുകെ പിടിക്കുകയും അതിൽ വിജയകരമായി നടത്തിയെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും സുഹൃത്തുക്കളെ, ഒരു ദരിദ്ര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്തായിരുന്നു? ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വലിയ പ്രത്യേകത? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇത് വിശദീകരിക്കുന്നുണ്ട്. സത്യസന്ധനായ ഒരു മധ്യസ്ഥനെ അക്കാലത്ത് ലോകത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഈ റോൾ ചെയ്യാൻ നെഹ്റുവിന് റെപ്യൂട്ടേഷനും വിസ്ഡവും കറേജും ഒക്കെ ഉണ്ടായിരുന്നു. പ്രശസ്തി, വിവേകം, ധൈര്യം എല്ലാം ഉള്ള ഒരു നേതാവായിരുന്നു നെഹ്റു അക്കാലത്ത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തിയും സ്വാധീനവും ലോകമെമ്പാടുമുള്ള നേതാക്കൾ അംഗീകരിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ നേതാവായിരുന്ന നെൽസൺ മണ്ടേല നെഹ്റുവിനെ തന്റെ ഹീറോ എന്നാണ് വിളിച്ചിരുന്നത്. 1940കളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ നെൽസൺ മണ്ടേല വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും നെഹ്റുവിന്റെ പല ഭാഗങ്ങളും രചനകളുടെ പാർട്ടുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ തലക്കെട്ട് എന്താണ്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്നാണ്. പ്രസിദ്ധമായൊരു നെഹ്റു ഉദ്ധരണിയിൽ നിന്നാണ് ഇതെടുത്തത്. സ്വാതന്ത്ര്യത്തിലേക്ക് എളുപ്പവഴി ഇല്ല എന്ന നെഹ്റുവിന്റെ രചനകളിൽ നിരന്തരം അദ്ദേഹം ഉദ്ധരിക്കാറുള്ള ഒരു ഉദ്ധരണിയിൽ നിന്നാണ് ഈ തലക്കെട്ടുണ്ടായത്. നോബൽ സമ്മാന ജേതാവും മ്യാൻമർ നേതാവുമായ ഓങ് സാൻ സുക്കി ഒരിക്കൽ പറഞ്ഞത് തനിക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന 2 ഇന്ത്യൻ നേതാക്കൾ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവുമാണെന്നാണ്. 1955 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സോവിയറ്റ് യൂണിയൻ പര്യടനത്തിന് പോയിരുന്നു. ആ സമയത്ത് മോസ്കോ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ വിദ്യാർത്ഥികളിൽ ഒരാൾ എന്ന് പറയുന്നത് റഷ്യൻ നേതാവായിരുന്ന മിഖായേൽ ഗോർബച്ചേവ് തന്നെയായിരുന്നു. സാക്ഷാൽ ഗോർബച്ചേവ് ആയിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജനാധിപത്യ തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്ര അകലെയായിരുന്നു താൻ എന്ന് പിന്നീടുള്ള ഒരു അവസരത്തിൽ ഗോർബച്ചേവ് തുറന്നു പറയുകയുണ്ടായി. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു കറുപ്പും വെളുപ്പും മാത്രമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നോ സത്യാവസ്ഥ എന്ന്. ഇക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മോസ്കോ പര്യടനം അദ്ദേഹത്തിന് ഒരു അപ്രതീക്ഷിതമായ പ്രചോദനമായി മാറി. അത്തരമൊരു മഹാൻ തന്നിൽ ആഴത്തിലുള്ള മതിപ്പ് സൃഷ്ടിച്ചുവെന്നാണ് ഗോർബച്ചേവ് പറയുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലായോ സുഹൃത്തുക്കളെ? നമ്മുടെ രാജ്യം വളരെ ദരിദ്രമായിരുന്നപ്പോഴും ലോകം മുഴുവൻ ഇന്ത്യയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംസാരിച്ചിരുന്നതിനാൽ ലോകം ഇന്ത്യയെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പണ്ഡിറ്റ് നെഹ്റു ഗാന്ധിയുടെ തത്വങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിച്ചു. ഇക്കാര്യം സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് 1958 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ നെഹ്റു എടുത്ത
എടുത്തു പറയുന്നുണ്ട്. താൻ പുതിയ ഒരു നയവും ഉണ്ടാക്കിയിട്ടില്ലെന്നും എന്നാൽ തന്റെ നയങ്ങൾ ഇന്ത്യയുടെ മുൻകാല ചിന്തകളിൽ അന്തർലീനമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നയം ഇന്ത്യയുടെ മെന്റൽ ഔട്ട്ലുക്ക് എങ്ങനെയായിരുന്നു എന്നാണ് അന്നത്തെ കാണിക്കുന്നത്. സമാധാനത്തിന്റെയും ചേരിചേരാ നയത്തിന്റെയുമായ ഒരു സമന്വയമായിരുന്നു ഇന്ത്യ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം 1961 സെപ്റ്റംബറിൽ അക്കാലത്ത് യുഗോസ്ലേവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡിലാണ് നടന്നത്. എന്നാൽ അതിന്റെ തുടക്കം അതിനും വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. എന്ന് വെച്ചാൽ ഒരു 1955കളിൽ ഇന്തോനേഷ്യയിൽ നടന്ന ബന്ധുങ് സമ്മേളനം മുതൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 29 ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അത്. ഈ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രേറ്റ് സ്പീച്ചസിന്റെ ഭാഗമായിട്ട് ദി പ്രിന്റ് ലിസ്റ്റ് ചെയ്തപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് അനുകൂലിയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോ എന്നല്ലാത്ത മറ്റൊരു നിലപാടുമില്ലേ? ഞങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളുടെ നേതാക്കളാണ്. നാം ലോകത്തിന് നിരവധി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു ഗ്രൂപ്പിലോ മറ്റേതെങ്കിലും ഗ്രൂപ്പിലോ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ ഹാങ്ങർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഏതൊരു രാജ്യത്തിനും അതിലെ ജനങ്ങൾക്കും ഇത് വളരെ ലജ്ജാകരവും അപമാനകരവുമാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടും എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഇത് സഹിക്കാൻ പറ്റാത്ത ചിന്തയാണ്. സുഹൃത്തുക്കളെ, ചേരിചേരാ നയത്തിലുള്ള ഒരു നിൽപ്പ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. രണ്ട് വൻ ശക്തികൾ ഇന്ത്യയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം അമേരിക്കയും പിന്നീട് സോവിയറ്റ് യൂണിയനും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. സത്യത്തിൽ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവർ പരസ്പരം പോരടിക്കുമ്പോൾ ഒരാൾ പ്രയോജനം നേടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. മറ്റൊരാൾ ഇന്ത്യയുടെ ഉദ്ദേശശുദ്ധി പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യക്ക് ഒരു സ്ഥിരാംഗത്വം സെക്യൂരിറ്റി കൗൺസിലിൽ വേണമെന്നാണ്. പല കാരണങ്ങളാൽ അതിന് ഇന്ത്യക്ക് അർഹതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ അത് നേടിയെടുക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയെ ദുർബലപ്പെടുത്തിക്കൊണ്ടല്ല, മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടുമല്ല, രണ്ട് മഹാശക്തികളിൽ ഒരാളുടെ കളിപ്പാവയാകുന്നതിനു പകരം സ്വന്തമായി മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ നേതാവായി നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അത് വളരെ പ്രശംസനീയമായൊരു നിലപാടായിരുന്നു സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന്റെ സ്വാധീനം 9-10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നേരിട്ട് കണ്ടു. 1964 ഒക്ടോബറിൽ രണ്ടാമത് നോൺ അലൈൻഡ് മൂവ്മെന്റ് കോൺഫറൻസ് കെയ്റോയിൽ നടന്നപ്പോൾ അതിൽ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള 57 രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത്. ഇത് ലോകത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ചേരിചേരാ പ്രസ്ഥാനത്തിൽ 120 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ലോക ഭൂപടം നോക്കൂ. കടും നീല അംഗരാജ്യങ്ങളെയും ഇളനീല നിരീക്ഷക രാഷ്ട്രങ്ങളെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. നാറ്റോ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ലോകത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേരിചേരാ പ്രസ്ഥാനം ഇന്നും വളരെ പ്രസക്തമാണ്. ഈ ചേരിചേരാ പ്രസ്ഥാനം കാരണമാണ് ഇന്ത്യ വിശ്വഗുരുവാണ് ആയത്. ലോക നേതാവായി ഇന്ത്യ മാറിയത് ചേരിചേരാ പ്രസ്ഥാനം വഴിയാണ്. നമ്മൾ ലോകത്തിന് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനമന്ത്രി ഡോക്ടർ വെർവോർഡ് പറഞ്ഞത്, വർണ്ണവിവേചനത്തെ ഒരു നല്ല അയൽക്കാരനായിരിക്കാനുള്ള പോളിസി എന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ അത് അങ്ങേക്ക് സ്വീകാര്യമാണോ എന്നാണ് ചോദിച്ചത്. ഇതേക്കുറിച്ച് പണ്ഡിറ്റ് നെഹ്റു കുറച്ച് പരിഹാസത്തോടു കൂടി പറഞ്ഞ മറുപടി, താൻ ഒരിക്കലും ഡോക്ടർ വെർവോർഡിന്റെ അയൽക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നേയില്ലെന്നാണ്. Verwoerd, when he arrived, described apartheid as a policy of good neighborliness. Is that description acceptable to you? I should like to be Dr. Verwoerd's neighbor, that's all I can say. ബന്ധുങ് സമ്മേളനത്തിൽ പണ്ഡിറ്റ് നെഹ്റു ആഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആഫ്രിക്കക്കാരെ അമേരിക്കയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അടിമകളായി കൊണ്ടുപോയത് മുതൽ ആഫ്രിക്ക അനന്തമായൊരു ദുരന്തത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു. അവരിൽ പകുതി പേരും കപ്പലുകളിൽ നടന്ന യാത്രക്കിടയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മരിച്ചു വീണവരാണ്. ലോകം മുഴുവൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഏഷ്യ അതിന്റെ സഹോദര ഭൂഖണ്ഡമായ സിസ്റ്റർ കോണ്ടിനെന്റ് ആയ ആഫ്രിക്കയെ സഹായിക്കണമെന്നതായിരുന്നു നെഹ്റുവിന്റെ നിലപാട്. ഇതൊരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അതേ കൊണ്ട് പറ്റുന്ന പോലെ ഒരു പരിധിവരെ നെഹ്റു എല്ലാ തരത്തിലും പരിശ്രമിച്ചു. ആഫ്രിക്കക്കാർക്കായി അദ്ദേഹം സ്കോളർഷിപ്പുകൾ നൽകി. 1965 ആയപ്പോഴേക്കും 55-ലധികം സർവകലാശാലകളിൽ 600-ലധികം ആഫ്രിക്കൻ വിദ്യാർത്ഥികൾ ഈ ഫെലോഷിപ്പിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളിൽ പ്രമുഖരായ പലരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ജോൺ സാമുവൽ മലേസിലെ. 1964 UN-ലെ ടാൻസാനിയയുടെ സ്ഥിരം പ്രതിനിധിയായി അദ്ദേഹം പിന്നീട് മാറുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ടാൻസാനിയയുടെ പ്രധാനമന്ത്രിയായി. മറ്റൊരു വിദ്യാർത്ഥിനിയായിരുന്നു ഒലുസെഗുൻ ഒബാൻസൻജോ.
നൈജീരിയയുടെ സൈനിക തലവനായിരുന്നു അദ്ദേഹം. പിന്നീട് 1999 അദ്ദേഹം ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറി. മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു ബിങ്കു വ മുത്താരിക. മലാവിയിലെ ധനകാര്യ മന്ത്രാലയത്തിലാണ് അദ്ദേഹം ജോലിക്ക് ചേർന്നത്. 2004 മലാവിയുടെ പ്രസിഡന്റായി മാറി. എന്തായിരുന്നു നെഹ്റുവിന്റെ ആ തീരുമാനത്തിന്റെ സ്വാധീനം എന്ന് നോക്കൂ. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത്തരം പരിശ്രമങ്ങൾക്ക് ഒരു നേതാവിന് എന്തെല്ലാം ഗുണങ്ങൾ വേണം? ദീർഘവീക്ഷണമുള്ളവനായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ആവശ്യമുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായൊരു മനസാക്ഷിയാണ്. ഈ ഒരു വാചകം നിങ്ങളും കേട്ടിട്ടുണ്ടാകും, ഗ്ലാസ് ഹൗസുകളിൽ താമസിക്കുന്നവർ മറ്റുള്ളവരെ കല്ലെറിയരുത് എന്ന്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണം ഇന്ത്യ ഇപ്പോൾ ഈ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് അമേരിക്ക അഭിപ്രായം പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അമേരിക്കയുടെ ജനാധിപത്യത്തെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ കഴിയാത്തത്? ജോർജ് ഫ്ലോയിഡിനെ അമേരിക്കൻ പോലീസ് നിഷ്കരണം കൊലപ്പെടുത്തി കളഞ്ഞില്ലേ? 46-year-old George Floyd was killed by a white police officer who knelt on his neck for almost 9 minutes. His crime being an African-American man in the United States. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. വർണ്ണവിവേചനത്തിന്റെ പേരിലുണ്ടായ ഒരു സംഭവമായിരുന്നു. ഇത് അമേരിക്കയുടെ വ്യവസ്ഥാപരമായ ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും ഒരു ആശങ്ക ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചോ? എങ്ങനെയാണ് ആശങ്ക പ്രകടിപ്പിക്കാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്കൂ. തന്റെ രാജ്യത്തിന്റെ മനുഷ്യാവകാശ രേഖകൾ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം, ദളിതുകളെ അടിച്ചമർത്തുന്ന അവസ്ഥ, കർഷകരെ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഉപദ്രവിക്കുന്ന അവസ്ഥ, ഖലിസ്ഥാനികളായിട്ട് മനുഷ്യരെ മുദ്രകുത്തുന്ന സാഹചര്യം. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി അമേരിക്കയെ വിമർശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുക? ഗസയിൽ ഇപ്പോൾ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. 35,000-ത്തിലധികം പേരാണ് അവിടെ വധിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത് പഴയത് തന്നെയാണ്. പലസ്തീനും ഇസ്രായേലും ഒരുമിച്ച് സഹവസിക്കണം, ദ്വിരാഷ്ട്ര സങ്കല്പം. Suddenly, India has long believed in a two-state solution. We have maintained that position for many decades. ട്വിറ്ററിൽ ഒന്ന് കയറി നോക്കിയാൽ ഇന്ത്യയുടെ അനൌദ്യോഗിക നിലപാട് കാണാൻ പറ്റും. അവരുടെ വിദ്വേഷ പ്രചാരകർ വാമ്പയർമാരായിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യനും തമ്മിലുള്ള ക്രൂരതയിൽ സന്തോഷം കണ്ടെത്തുന്നു. കുട്ടികളുടെ മരണത്തിലും ആളുകളുടെ ദുരന്തത്തിലുമൊക്കെ ഇവൾ മീമുകൾ ഉണ്ടാക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമുഖങ്ങളിൽ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് യുദ്ധം നിർത്തിയതായിട്ടാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അദ്ദേഹം നിർത്തിക്കഴിഞ്ഞു. റമദാനിൽ ഗസയിലെ യുദ്ധം അദ്ദേഹം നിർത്തിയതായിട്ട് അദ്ദേഹം പറയുന്നു. ഒരു യുദ്ധം എങ്ങനെ നിർത്താമെന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോട് പോയി ഒരു കാര്യം ഒന്ന് ചോദിക്കാമോ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്ഥിരമായിട്ട് ഈ യുദ്ധം അങ്ങ് നിർത്താത്ത? ഇടയ്ക്കിടയ്ക്കാണല്ലോ ഇപ്പൊ നിർത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മണിപ്പൂരിലെ അക്രമത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതേയില്ല. This is my humble request, Modi ji, मेरे तरफ से मैसेज देना चाहता हूँ. हिंसा हो रहा है मणिपुर में, ऑलमोस्ट 1 year हो गया. हर दिन लोग मर रहा है और रिलीफ कैंप में कितना लोग रहता है, खाना पीना अच्छे से नहीं मिल रहा है, बच्चा लोग अच्छे से पढ़ाई नहीं कर रहा है. और मोदी जी आप एक बार आके मणिपुर में विजिट कर लीजिए और जल्द से जल्द मणिपुर को शांति चाहिए प्लीज. മണിപ്പൂരിലെ അക്രമം തടയാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ ഗസയ്ക്കെതിരായ യുദ്ധത്തിൽ അദ്ദേഹം പെട്ടെന്ന് യുദ്ധം നിർത്തും. അത് എങ്കിൽ ഇനിയിപ്പോ ഗസയാണെങ്കിൽ ഗസ അത് നിർത്തുക. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച ഒരു ഇന്ത്യൻ സോഫ്റ്റ് പവറുകൾ ഉണ്ടല്ലോ, അത് കലയോ സംസ്കാരമോ സാഹിത്യമോ കായികമായതോ എന്തോ ആകട്ടെ, ഇതിലെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ടുണ്ടായിട്ടുണ്ട്. 1954 ലളിതകലാ അക്കാദമി സ്ഥാപിച്ചത്. 1952 സംഗീത നാടക അക്കാദമി, 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, 1960 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, 1954 ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ISRO. ഇനി നിങ്ങൾ പറയൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രത്തിനും കായിക മേഖലയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ വേണ്ടി എന്ത് സംഭാവനകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? BJP നേതാവ് ബ്രിജ് ഭൂഷണെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിന്റെ FIR ഫയൽ ചെയ്യാൻ വേണ്ടി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നമ്മുടെ ഗുസ്തിക്കാർക്ക് ദിവസങ്ങളോളമാണ് തെരുവിൽ ജീവിക്കേണ്ടി വന്നത്. എന്നാൽ ബ്രിജ് ഭൂഷണെയും കൂട്ടരെയും നരേന്ദ്രമോദിക്ക് തടയാൻ കഴിയാതെ വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാക്ഷി മാലിക് ഗുസ്തിയാണ് ഉപേക്ഷിച്ചത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി വെറും B ഗ്രേഡ് സിനിമകളിൽ നിന്നുള്ള ഒരു നടനായ ഗജേന്ദ്ര ചൗഹാനെയാണ് നരേന്ദ്രമോദി നിയമിച്ചത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ പായൽ കപാഡിയ
3 ദിവസം മുമ്പ് ഇന്ത്യക്ക് അന്താരാഷ്ട്ര അംഗീകാരം നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു, 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയതിന് പായൽ കബാഡിയെയും അവരുടെ ഓൾ വി ഇമാജിനാസ് ലൈറ്റിന്റെയും ഒക്കെ പേരിൽ ഇന്ത്യ അഭിമാനിക്കുന്നു എന്നായിരുന്നു ട്വീറ്റ്. മഗ്സസെ അവാർഡ് നേടിയ രവീഷ് കുമാറിനെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് പായലിനെ അഭിനന്ദിക്കാം. ഇതേ പായൽ കബാഡിയെയാണ് 139 ദിവസം തന്റെ സഹപാഠികൾക്കൊപ്പം സമരം ചെയ്തത്. അന്ന് പായലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു, അവരുടെ ഗ്രാന്റ് തടഞ്ഞു വെച്ചു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം നരേന്ദ്രമോദി തന്റെ സഹായി ഗജേന്ദ്ര ചൗഹാനെയാണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. അതിനെതിരായിട്ടാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടാണ് പണ്ഡിറ്റ് നെഹ്റു സംസാരിക്കാറുണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ട് അദ്ദേഹം വിക്രം സാരാഭായിയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. നരേന്ദ്രമോദി ആവട്ടെ ചായ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഗട്ടറിലെ പുക ഉപയോഗിക്കുന്നത്, ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡാർവിന്റെ പരിണാമം എന്ന അധ്യായം കുട്ടികളുടെ സിലബസിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപട ശാസ്ത്രത്തിന്റെ സ്യൂഡോ സയൻസിന്റെ അളവ് എത്രയായിരിക്കും? മുൻപ് എപ്പോഴെങ്കിലും ഇത്തരമൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയാണോ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വളരുക? ഇതാണോ അദ്ദേഹത്തിന്റെ, ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാക്രമത്തിന്റെ യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തുല്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നെഹ്റുവിനെ താഴേക്ക് വലിച്ചിടുന്നതിന് പകരം അവനവന്റെ നിലവാരം ഒന്ന് കുറച്ച് ഉയർത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അത് അയാൾക്കും രാജ്യത്തിനും മൊത്തത്തിൽ വളരെയധികം ഗുണം ചെയ്യും. മറിച്ച് BJP എന്താണ് ചെയ്തത്? കഴിഞ്ഞ 10 വർഷമായി അവർ നെഹ്റുവിനെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ നെഹ്റു സ്ത്രീവിരുദ്ധനായിരുന്നു, വുമണൈസർ ആയിരുന്നു എന്ന് പ്രചരിപ്പിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് വാട്സാപ്പിനെയും ഗോദി മീഡിയയെയും ഉപയോഗിച്ച് എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബിലുണ്ട്, കാണേണ്ടവർക്ക് കാണാം. ഇത്രയുമാണ് ധ്രുവിന്റെ വീഡിയോ.